talcum powder എടുക്കാൻ ഞാൻ ഇപ്പോൾ talcum powder ആണ് ആസ് നമ്മുടെ വീഡിയോ ഇതിനെ പകരം. അപ്പോൾ ഞാൻ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് നമ്മുടെ തംബ്നെയിൽ കണ്ട പോലെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. വളരെ ക്വിക്ക് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നാടൻ മേക്കപ്പ് ട്യൂട്ടോറിയൽ വേണമെന്ന് എനിക്ക് പലരും റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടില്ല, കാണുന്നവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ പോയിട്ട് ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നീ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചെയ്യാൻ പോകുന്ന ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണം. ഓവറായിട്ട് എല്ലാ റാൻഡം ആയിട്ടുള്ള പ്രൊഡക്ട്സൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ എൻ്റെ ഫേസിൽ ഇപ്പോൾ കുറച്ച് പിമ്പിൾസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് ചില ഹോർമോണൽ ഇഷ്യൂസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ്. നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാവും. ചില സമയത്തുണ്ടാവും, ചില സമയത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ചെയ്യണം നോക്കാം. മോയ്സ്ചറൈസർ എന്തായാലും യൂസ് ചെയ്യണം. അലോവേര ജെല്ലാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് പോൺസിൻ്റെ BB ക്രീമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത ഷോട്ടൊന്നും കഴിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും ഒരു ഫുൾ കവറേജ് ലുക്കൊന്നും അല്ല തരാൻ പോകുന്നത്. എന്നാൽ നോർമലി നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന വേറബിൾ ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ മോൾ പോർഷൻ മാത്രം കുറച്ചൊന്നും വിട്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് നോക്കാം. ടാൽക്കം പൗഡർ എടുക്കാൻ ഞാൻ ഇപ്പോൾ ടാൽക്കം പൗഡറാണ് ആസ് നമ്മുടെ വീഡിയോ ഇതിനെ പകരം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്കിൻ 1, 2, 3. ഞാൻ ഉപയോഗിച്ചിട്ട് തന്നെ കാലങ്ങളായിട്ടോ. ഇത്രയും എടുത്തിട്ട് ഇവിടെ ഇടുക, ഇവിടെ പിന്നെ നെറ്റിയിലിടുക. പിന്നെ അത് ഫുൾ കയ്യിലാക്കിയിട്ട് ഇതിട്ട് തരാൻ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇപ്പം എല്ലാവരും ചെയ്യണ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം വെളിച്ചങ്ങോട്ട് ഇടും. അത്രയൊന്നും ഇടണ്ട. നമ്മുടെ കണ്ണിൻ്റെ അടിയിലും ഈ ഓയിലായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ അതിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐലാഷ് കേൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഐലാഷും കുറച്ച് കേൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വേണമെങ്കിൽ നമുക്ക് മസ്കാര യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ മസ്കാര യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നല്ല സിമ്പിളായിട്ടുള്ള ടെക്നിക്കല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും അതൊന്നും യൂസ് ചെയ്യുന്നില്ല, മസ്കാര ഉപയോഗിക്കുന്നില്ല. കണ്ണെഴുതാൻ അതിന് വേണ്ടിയിട്ട് ലാക്മേയുടെ ഒരു കാജൽ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ഇതും വളരെ ഈസിലി ആയിട്ട് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് നോർമൽ കൺമഷി ആയാലും എടുക്കാം കേട്ടോ. അമ്മനാണെങ്കിൽ ഞാൻ വേണ്ടി എപ്പോഴും കണ്ണൊക്കെ എഴുതായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ നിർത്തി എഴുത്ത്. എനിക്ക് ഇത് സ്മച്ച് പ്രൂഫ് ഒന്നുമല്ല, അത് നോർമൽ ഒരു കാജലാണ് കേട്ടോ. എൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് എഴുതാൻ പോകണം. എന്നാൽ ഭയങ്കര തിക്കായിട്ട് എഴുതാനല്ല കേട്ടോ. ഇവിടെ ഈ നോർമൽ ലാക്മേയുടെ ഈ സംഭവമല്ലേ, ഞാൻ ലിക്വിഡ് ലൈനർ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മുകളിൽ ഡോട്ട് ചെയ്യാൻ പോകണം. ഞാൻ എന്നിട്ട് എന്താ സൂത്രം എന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ജസ്റ്റ് ഡോട്ട് ചെയ്യുക. അതിന് ശേഷം ബ്ലെൻഡർ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജെൽ ലൈനറോ സ്മച്ച് പ്രൂഫോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കാണുന്നവർക്ക് എല്ലാവർക്കും കിട്ടുന്ന സാധനം വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് എഴുതുകയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് സ്മജ് ചെയ്യാൻ പോകണം. അപ്പോൾ കണ്ടോ, അപ്പോൾ അതിങ്ങനെ ഒരു ലുക്കായി. നമുക്കിനി ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഇതൊന്നും വേണ്ട. നമ്മുടെ ഐഷാഡോ, ബ്ലാക്ക് ഐഷാഡോ ഒന്നും വേണ്ട. അതിനെ അവിടെ തന്നെ ഇരുന്നുള്ളൂ. കണ്ണിൻ്റെ പോർഷൻ ശരിയായിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ കണ്ണിലൊന്നും അറിയാണ്ട് കുത്തി. അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ണിൻ്റെ പോർഷൻ ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോസ് ആണ് കേട്ടോ. ഭയങ്കരമായിട്ടൊന്നും എഴുതണ്ട, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഐബയുടെ ഒരു വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഐബ്രോ ലൈനറാണിത്. അതാണ് യൂസ് ചെയ്ത്. എന്നിട്ട് ഞാനൊരു ഒരു സ്പൂളി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് ഞാനൊരു ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ബ്രോസും ചെയ്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ലിപ്സ്റ്റിക്കോ ലിപ് ബാമോ അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വേണമെങ്കിൽ ഒരു ഇത്തിരി ടിൻറ്റഡ് ലിപ് ബാം ഉപയോഗിച്ചാൽ മതി. നൈക്കയുടെ ബോംബെ പറഞ്ഞിട്ടുള്ള ഈ മിനീസിൽ വരുന്ന ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. വളരെ ന്യൂഡായിട്ടുള്ള ഷെയ്ഡാണ്, നല്ല അടിപൊളി ഷെയ്ഡാണ്. അതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. യെസ്, അപ്പോൾ അതും കൂടെ അപ്ലൈ ചെയ്തു. ഇനി നമ്മുടെ മെയിൻ സാധനം വരുന്നത് പൊട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ പൊട്ടായിട്ടൊന്നും കാണില്ല. അത് വെച്ചിട്ടൊരു കുത്തും പോവാണ്. ഒറ്റൊരു പൊട്ട് വന്നിട്ടുണ്ട്. ഇത് തൊട്ട് നോക്കാം. ഇനി ഞാൻ എൻ്റെ ഡ്രസ്സും കൂടെ ഒന്ന് മാറിയിട്ട് വരാം കേട്ടോ. ഹലോ, അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ലുക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ വെറും സെറ്റപ്പാണ് കേട്ടോ. അത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇട്ടിട്ടുള്ളതാണ്. ഞാൻ ഇങ്ങനെയൊന്നും പുറത്ത് പോകാറില്ല. എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല സാരി. എന്നാലും ജസ്റ്റ് ഫോർ ദ സേക്ക്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. ഹെയർ ഞാൻ അവിടെ ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും
നിങ്ങളിടയ്ക്ക് വിചാരിക്കുന്നത് ഞാൻ എന്താണ് അവിടെ നോക്കുന്നത്, അവിടെ എൻ്റെ ഒരു മിറർ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ക്യാമറനെ തിരിച്ചു വെച്ചിട്ടായിരിക്കും നോക്കിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ സാരി മാത്രമല്ല കേട്ടോ, നമുക്കിങ്ങനെ ജസ്റ്റ് കുർത്തി വെച്ചിട്ടും ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് കുർത്തിയും കൂടി ഇട്ട് നോക്കി. അപ്പം എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് എന്നോട് പറയാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയുള്ള സജഷൻസൊക്കെ എന്നോട് പറയാം താഴെ. സോ ദാറ്റ് ഇതൊരു സജസ്റ്റഡ് വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന മിക്ക വീഡിയോസ് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ലൈക്ക് റിലവൻ്റ് ആണെന്ന് തോന്നി എന്തായാലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും പറയാം. സോ ദിസ് ഇസ് മി ശിൽപ സൈനിങ് ഓഫ്. ആൻഡ് മറക്കാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഉള്ള സ്ഥലത്തിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നെ ഫോളോ ചെയ്യുക. സോ ദാറ്റ് ഞാൻ ഗീവ് അവേ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതെ അതിലൊക്കെ പോയി ഒന്ന് എന്നെ ഫോളോ ചെയ്തിടുക. സോ ദാറ്റ് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും കിട്ടും. സോ ബൈ, ടേക്ക് കെയർ.